ശ്രീ കെ എസ് ഹംസ, ലീഗിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെക്കുറിച്ച് ഇൻപുട്ടുകൾ ലഭിക്കുന്ന മാധ്യമപ്രവർത്തകർ അടക്കം വിലയിരുത്തുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിന് കൃത്യമായും ഇടതുപക്ഷത്തോടൊപ്പം പോകേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്ന വിലയിരുത്തലുണ്ട് എന്നാണ്. താങ്കൾ ഒരു ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടി അടക്കമൊക്കെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുള്ള നേതാവ് കൂടിയാണല്ലോ. താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? ഈ തരത്തിലുള്ള ഇൻപുട്ടുകൾ തെറ്റാണോ? ഇതിന് രണ്ട് തരം ഒരു നെഗറ്റീവാണ് ഈ കാര്യത്തിലുള്ളത്. ഒന്ന്, കഴിഞ്ഞ മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തില് യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ ഭാരവാഹി ഫൈസൽ ബാബു, മലപ്പുറത്ത് നിന്നുള്ള ആളാണ്, അയാൾ പറഞ്ഞു, ആവശ്യപ്പെട്ടു, ലീഗ് ഇടതുപക്ഷമായി ചേരണം, കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അതുകൊണ്ട് കോൺഗ്രസ് ബന്ധം ഒരു നിമിഷം, ഈ ഫൈസൽ എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിന്റെ ആളാണോ? അതെ അതെ അതെ, കുഞ്ഞാലിക്കുട്ടിയുടെ വളരെ അടുത്തൊരാളാണ്. ശരി. അപ്പൊ കഴിഞ്ഞ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് ഇത് പറഞ്ഞത്. അപ്പോ അത് കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു മനസ്സമ്മതത്തോടു കൂടിയുള്ള ഒരു പ്രഖ്യാപനമാണ്, ഒരു ആവശ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അവസാനം സാദിഖലി തങ്ങൾ അതിന് മറുപടി പറഞ്ഞത് അതെന്തായിരുന്നാലും നടക്കാത്ത ഒരു കാര്യമാണ്, ഇടതുപക്ഷത്തിന്റെ കൂടെ പോകുക എന്നൊരു ചർച്ച ഇനി ആരും ഉന്നയിക്കരുത്, അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് ആ ചർച്ച അവിടുന്ന് അവസാനിപ്പിച്ചു. അതിനു മുമ്പ് കുറച്ച് ചർച്ചകളൊക്കെ വന്നു. ഫൈസൽ ബാബുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചില ആളുകൾ രംഗത്ത് വന്നവരും ഈ ഫാക്ഷന്റെ ആളുകൾ തന്നെയാണ്, കുഞ്ഞാലിക്കുട്ടി ഫാക്ഷന്റെ ആളുകൾ തന്നെയാണ് വന്നിരുന്നത്. അതൊരു സത്യം. അതിന്റെ പിന്നില് ചേതോ വികാരം എന്തെന്ന് വെച്ചാൽ ഐഡിയോളജി ഒന്നും അല്ല, ഇനിയും ഒരു കാലം, ഒരു തവണ കൂടി ഭരണമില്ലാതെ ഇരിക്കുക എന്നത് കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീരെ ആലോചിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. അത് തന്നെയാണ്, അല്ലാതെ മറ്റ് ഐഡിയോളജി ഒന്നുമല്ല അതിന്റെ പിന്നിലുള്ളത്. അധികാരം തന്നെയാണ് പ്രശ്നം. പക്ഷേ ലീഗില് പ്രബലമായ ഒരു വിഭാഗമുണ്ട്, ലീഗിന്റെ ഒരു വലിയ വോട്ട് ബാങ്കും, അത് ഇടതുപക്ഷത്തോട് ചേരുന്നതിന് എതിരാണ്. എന്നാൽ 67 സംഭവം എന്ന്, ഇനി ഞാൻ രണ്ടാമത്തെ കയ്യിൽ കിടക്കുകയാണ്. 67 സംഭവിച്ചതിനെ കുറിച്ച് പിണറായി വിജയൻ സൂചിപ്പിച്ചത് വേറൊരു കഥയാണ്. അതായത് 67 മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പൊതു പ്ലാറ്റ്ഫോം ആയിരുന്നു. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി. അന്ന് ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്ത ഇതിലില്ല. മാത്രമല്ല മുജാഹിദ് വിഭാഗങ്ങളിലെ ചില വിഭാഗങ്ങൾ ഇതിനകത്തില്ല. പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണ് ഉള്ളതെങ്കിലും അതിൽ ഗണ്യമായ ഔദ്യോഗിക വിഭാഗം ലീഗുമായി സമരസപ്പെട്ടു പോവുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് 67 ലീഗ് ഒരു മുസ്ലിം പ്ലാറ്റ്ഫോം ആയിരുന്നു എങ്കിൽ 2024 ലീഗ് അങ്ങനെയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ശരി. പക്ഷെ അവിടെ രണ്ട് കാര്യം താങ്കൾ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് തന്നെ, സാദിഖലി ശിഹാബ് തങ്ങൾ ആ ടോപ്പിക് അവിടെ അവസാനിപ്പിച്ചു എന്നാണ് താങ്കൾ പറയുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ഈ ഇടതുപക്ഷവുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാടിലേക്ക് സാദിഖലി ശിഹാബ് തങ്ങൾ മാറിയിട്ടുണ്ട് എന്ന ചില സൂചനകളുണ്ട്. അങ്ങനെയാണോ? അത് സാദിഖലി തങ്ങളുടെ നിലപാടുകൾക്ക് കൂടുതൽ ദീർഘായുസൊന്നും സാധാരണ ഉണ്ടാവാറില്ല. അദ്ദേഹം എപ്പോഴും മറ്റു ചില വശംവദനാകുന്ന ഒരു സ്വഭാവമുണ്ട്. അത് എങ്ങനെയാണ് അവരൊക്കെ വശംവദരാക്കുക എന്നത് ഇതിന്റെ പിന്നിലുള്ള ചില കൾപ്രിറ്റ് എന്ന് പറയാവുന്ന ആളുകൾക്ക് കഴിയും. അവരെങ്ങനെയൊക്കെ സ്വാധീനിച്ച് വശംവദരാക്കുക. അതുകൊണ്ട് തന്നെ സ്വാധീന ശക്തിയിൽ മുനീറിനേക്കാൾ മുന്നിലാണോ കുഞ്ഞാലിക്കുട്ടി? അതെ അതെ, തീർച്ചയായിട്ടും. കാരണം അല്ല, സാദിഖലി തങ്ങള് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അന്ന് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് സാദിഖലി തങ്ങൾ പറയുന്നത് ആലോചിച്ചിട്ടും ആലോചിപ്പിച്ചിട്ടും പറയുന്ന കാര്യങ്ങളായിരുന്നു, രണ്ടാമത് മാറ്റി പറയുന്നതൊക്കെ. പക്ഷേ മുസ്ലിം ലീഗിലെ ഭൂരിപക്ഷം അണികൾക്കും അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ലീഗിലും ഭൂരിപക്ഷം അവിടെയാണ് എന്റെ രണ്ടാമത്തെ സംശയം. ഇപ്പോൾ ഈ പൊന്നാപുരം കോട്ടകളിൽ തകർത്ത് എറിയാൻ LDFന് ഇതുവരെ സാധിച്ചുവെങ്കിൽ അത് തീർച്ചയായും ലീഗിന്റെ വോട്ട് കൂടി നേടിയിട്ടായിരിക്കുമല്ലോ. അല്ലാതെ മുസ്ലിം സ്വാധീന മേഖലകളിലേക്ക്
CPIM-ന് കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കയറി വരാൻ പറ്റില്ല. അപ്പോൾ താങ്കൾ ഈ പറയുന്നത് പോലെ ഇടതുമുന്നണിയോടൊപ്പം പോയാൽ അതിനെ എതിർക്കുന്നവരാണോ ലീഗിൽ കൂടുതൽ, ഇടതുമുന്നണിയോടൊപ്പം പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? അതിലേക്കാണ് രണ്ടാമത് കിടക്കാൻ ഉദ്ദേശിച്ചത്. ഈ നിർണായകം എന്ന് പറയാൻ 20%, 10-15% മതി നിർണായകമാകാൻ. ശരി ശരി, വേണമെന്നില്ലല്ലോ. ഇപ്പൊ തന്നെ ചില മലപ്പുറം ജില്ലയിലെ തന്നെ പല മണ്ഡലങ്ങളിലും ചെറിയ ഒന്ന് 32 വോട്ടിന് ജയിച്ചതുണ്ട്, ചിലത് 4000 വോട്ടിന് ഒക്കെ ഉണ്ട്. ഇത്തരം വോട്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 4 മണ്ഡലം LDF ആണ് ജയിച്ചിട്ടുള്ളത്. മുമ്പ് കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷം കിട്ടുന്ന 1, 2, 3, 5 സ്ഥാനങ്ങളൊക്കെ ലീഗ് MLA-മാരാണ് ഉണ്ടായിരുന്നത് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ. ഇപ്പോൾ 10-ൽ 1 പോലും ലീഗില്ല ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ. മലപ്പുറം ജില്ലയിൽ തന്നെ 1.5% മാറ്റേ ഉള്ളൂ. അപ്പൊ ഒരു ലീഗിന്റെ 15% ഇങ്ങോട്ട് മാറിയാൽ പോലും ഇടതുപക്ഷത്തിന് അത് വലിയ മേൽക്കോയ്മ ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ ഇത് തിരിച്ചറിയാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മറ്റൊക്കെ അറിയുന്നുണ്ട്. മാത്രമല്ല മുസ്ലിം ലീഗിന്റെ ഉള്ളിലുള്ള അപശബ്ദങ്ങളും പണ്ഡിത തീരുമാനങ്ങളും പണ്ഡിത സഭകളുടെ മുറുമുറുപ്പും അവരുടെ അസംതൃപ്തിയും ഒക്കെ കൂടി കുറെ കാലങ്ങളായി ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന അവരുടെ തിരിച്ചറിവും ഒക്കെ കൂടി ഇടതുപക്ഷത്തിന് ഗുണകരമായി വരും. അങ്ങനെ വന്നാൽ തോണി മറിഞ്ഞാൽ പുറം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് തോണി സാധ്യതയുള്ളപ്പോൾ കവിട്ടി മറിച്ച് പുറത്ത് കയറിയാണ് നല്ലത് എന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയക്കാരൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് രാഷ്ട്രീയമായി തെറ്റുവരാൻ കഴിയില്ല. അതായത് ആ സാധ്യത വളരെ കൂടുതലാണ് എന്ന് താങ്കൾ പറയുന്നു. ആ സാധ്യത പക്ഷെ ഫലപ്രദമാകണമെന്നില്ല കേട്ടോ, നടക്കില്ല. മോഹമാണ്. കാരണം പക്ഷെ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞു തന്നത് അടിവരട്ട് പറയാണ്. തോണി മറിഞ്ഞാൽ തോണി മറിഞ്ഞാൽ പുറന്നത് ഇലക്ഷൻ വരെ കാത്തിരിക്കണല്ലോ തോണി മറിയാൻ വേണ്ടി. പക്ഷെ അത് കാക്കാതെ തോണി മറിയാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോ ചവിട്ടി മറിച്ച് പുറത്തു കയറിയിരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നയം. ശരി, എന്തായാലും ഒരു 2.5 വർഷം കൂടി ഉണ്ടല്ലേ? ഉണ്ട്. ശരി, അതിനുള്ളിൽ എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ KS ഹംസ പ്രതികരിച്ചതിന്. ഇടവേള.